ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടിട്ടുള്ള റോസ്മേരി വാട്ടറിന്റെ ആ ഒരു മേക്കിംഗ് വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് ആണ്. അപ്പോൾ ഇതിന്റെ കൂടെ എനിക്ക് 2 ബോട്ടിലും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് സ്കാൽപ്പിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലും പിന്നെ നമ്മുടെ സ്പ്രേ ബോട്ടിലും. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് റോസ്മേരി ലീവ്സ് ഞാൻ ഇടുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് ഇത്തരം ക്വാണ്ടിറ്റിയിലൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ബൗളിലേക്ക് ഇടുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ റോസ്മേരി ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഹെയർ ലോസിനെ പറ്റിയും ഹെയർ ഗ്രോത്തിനെ പറ്റിയും നമ്മൾ ചിന്തിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് റോസ്മേരി ലീവ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോയിലേക്ക് നമുക്ക് നേരെ കിടക്കാം. അപ്പം നമുക്ക് ഈ വെള്ളം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് കെറ്റിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഒരു പാത്രമാണെങ്കിൽ ഉപയോഗിക്കാം. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ റോസ്മേരി ലീവ്സ് ആണ്. അത് 3 ടേബിൾ സ്പൂൺ ആണ് ആവശ്യം. അപ്പം ഞാൻ ഡയറക്റ്റ് കെറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല, ഇതിൽ തന്നെയുള്ള സ്റ്റെയിനറിലേക്കാണ് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ സ്റ്റെയിനർ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഈ കെറ്റിലേക്ക് ഇറക്കി വെക്കാം. ഞാൻ കുറച്ച് പാടുപെട്ടിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാനത് ക്ലോസ് ചെയ്ത് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കൊടുക്കാം. അങ്ങനെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. റോസ്മേരി ലീവ്സിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഗുണങ്ങളാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഹെയർ ലോസ് പ്രിവെന്റ് ചെയ്യുകയും അതുപോലെ തന്നെ സ്കാൽപ്പിന്റെ ഹെൽത്ത് എല്ലാം ഇംപ്രൂവ് ചെയ്യുകയും നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ് കിട്ടും. റോസ്മേരി ലീവ്സ് യൂസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതുവഴി നമ്മുടെ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റും ചെയ്യുന്നു. പിന്നെ സ്കാൽപ്പിന്റെ ഹെൽത്തും ഇത് ഇംപ്രൂവ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലുള്ള ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് നമ്മുടെ സ്കാൽപ്പിനെ സൂതൻ ചെയ്യുകയും അതുവഴി ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് എല്ലാം ക്ലിയർ ആവുകയും അതുവഴി പരമാവധി ഹെയർ പ്രോബ്ലംസ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യാനും പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു വാട്ടർ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബേബി ഹെയർസ് എല്ലാം പെട്ടെന്ന് വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ന്യൂ ബേബി ഹെയർസ് വരുന്നത് നമുക്കറിയാൻ പറ്റും. നല്ല സ്ട്രോങ്ങോടെ ആയിരിക്കും വരുന്നതല്ലാതെ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള ഹെയർസ് ആയിരിക്കില്ല നമുക്ക് പുതിയതായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ റോസ്മേരി വാട്ടറിന്റെ വർണ്ണനയ്ക്കൊക്കെ ശേഷം വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിള വന്നിട്ട് ഒരു 10-15 മിനിറ്റോളം സ്ലോ സ്പീഡിലിട്ട് കൊടുക്കുക. ഇനി അങ്ങനെ കിടന്ന് വേണം തിളക്കാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടി ആ വെള്ളം പറ്റും. നമ്മൾ 1.5 കപ്പ് ഒഴിച്ചു കൊടുത്തത് ഒരു 1.25 കപ്പ് അല്ലെങ്കിൽ 1 കപ്പിനോട് അടുപ്പിച്ചുള്ള രീതിക്ക് അത്രയും ആവുന്നവരെ സ്ലോ സ്പീഡിൽ തിളക്കാനായിട്ട് അനുവദിക്കുക. അങ്ങനെ തിളച്ച് 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 ഗ്ലാസ് പൊട്ടുമെന്നറിയാൻ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷെ പൊട്ടിയില്ല. വെള്ളം നല്ലപോലെ തിളച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ ഒരു റോസ്മേരി ലീവ്സും വെള്ളവും കൂടി മിക്സ് ആയിട്ട് നമ്മുടെ കളറിന് വന്നിട്ടുള്ള ആ ഒരു കളർ വ്യത്യാസം. നല്ലൊരു ഡീപ്പ് മഞ്ഞ കളറിലാണ് വെള്ളം ഇപ്പം ഇരിക്കുന്നത്. അങ്ങനെ നല്ലപോലെ തിളപ്പിച്ച് കുറച്ചും കൂടി ഡീപ്പ് മഞ്ഞാവുന്നത് വരെ നമ്മളിങ്ങനെ തിളപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സൈഡിൽ കൂടെ നമുക്ക് ആവി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ആ ഒരു സ്മെല്ലും നമ്മുടെ അടുക്കള മൊത്തം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക വാസനയാണ് കേട്ടോ ഇതിന്റെ സ്മെല്ലിന്. എല്ലാവർക്കും ഇതിന്റെ സ്മെല്ല് ഇഷ്ടപ്പെടണം എന്നില്ല. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല. ഞാൻ എന്താണ് സ്മെല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൂക്ക് അതിനോട് അടുപ്പിച്ച് പിടിച്ച് നല്ലപോലെ ശ്വസിച്ചു. അപ്പൊ എനിക്ക് ഫീൽ ആയത് പണ്ട് ഗ്രീൻ ടീ തിളപ്പിക്കുമ്പോഴുള്ള സെയിം ആ ഒരു സ്മെല്ലും പിന്നെ ഇടയ്ക്ക് ചില സമയത്ത് മൈലാഞ്ചിയുടെയൊക്കെ ആ ഒരു സ്മെല്ലും എനിക്ക് വന്നായിരുന്നു. എന്താണ് അങ്ങനത്തെ ഫീലൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്നാലും ഒരു പ്രത്യേക മണമാണ് എന്തായാലും അത് തിളച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു ആവിക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ 10-20 മിനിറ്റ് നമ്മളിട്ട് തിളപ്പിച്ച നമ്മുടെ റോസ്മേരി ലീവ്സ് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 2 ബോട്ടിലേക്കും ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വാട്ടർ ഇവിടെ നല്ലപോലെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബോട്ടിലിന്റെ ഓപ്പണിങ് ചെറുതായത് കൊണ്ട് തന്നെ കുറച്ച് വാടിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. എന്നാലും സാരില്ല, അധികമൊന്നും വെള്ളം പുറത്തോട്ട് പോയില്ല. എന്നാലും കഷ്ടപ്പെട്ട് ഞാനത് ഒഴിച്ച് പകർത്തി വെച്ചിട്ടുണ്ട്. പിന്നൊരു കാര്യം കൂടിയുണ്ട്, നമ്മളിത് ഡെയിലി യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആഴ്ചയിൽ 3 തവണയോ അതല്ലെങ്കിൽ 1 ഇടവിട്ട ദിവസങ്ങളിലോ തലയിൽ അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മളിത് ഡെയിലി തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹെയർ പെട്ടെന്ന് ഡ്രൈ ആവുന്നു.
അപ്പോൾ അത്തരത്തിലുള്ള ഡ്രൈനെസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഴ്ചയിൽ 3 തവണയോ അതല്ലെങ്കിൽ 1-2 ദിവസങ്ങളിലോ യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ 2 ബോട്ടിൽ നമുക്കിനി നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 2 കുപ്പിയും നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്കിത് എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം എൻ്റെ മുടിയാണെങ്കിൽ മൊത്തം ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ മുടി കുറവ് വരുന്നത് തലയുടെ 2 സൈഡിൽ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലായിട്ടാണ്. എനിക്കിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഹെയർ ലോസ് ഉള്ളത്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വെറുതെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യരുത്, ജസ്റ്റ് വകഞ്ഞ് ആ സ്കാൽപ്പിലേക്ക് മാത്രം ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതല്ലാണ്ട് വെറുതെ മുടിയിലേക്ക് സ്പ്രേ ചെയ്തിട്ട് കാര്യമില്ല. സ്കാൽപ്പിലാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് വേണ്ടത്. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഏകദേശം 1 വീക്കൊക്കെ ആകുന്നുള്ളൂ. എന്തായാലും ഒരു 3 മാസത്തിന് ശേഷം ഞാനിതിൻ്റെ റിയൽ റിസൾട്ടിങ് വീഡിയോ ആയിട്ട് വരാം. അപ്പം ഞാൻ അടുത്ത ബോട്ടിലും എടുത്തിട്ടുണ്ട്. സ്കാൽപ്പിലേക്ക് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ബോട്ടിലും കൂടി എടുത്തിട്ട് നമുക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രമായില്ല, അതിനുശേഷം നല്ല മസാജും കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ ഹെയറിന് നല്ല മസാജും കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതല്ലാണ്ട് ചുമ്മാ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.